സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമോ? 60 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ മനസ്സിലുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തുക ഇനിയും വർദ്ധിപ്പിക്കും. കേന്ദ്രം വെട്ടിയ 57,400 കോടി രൂപ തന്നാൽ ക്ഷേമ പെൻഷൻ 2,500 രൂപയാക്കും. നിയമസഭയിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. മറുപടിയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ക്ഷേമ പെൻഷൻ 2,500 രൂപയായി ഉയർത്തുമെന്ന LDF വാഗ്ദാനം നിറവേറണമെന്നതാണ് സർക്കാർ നിലപാട്. അതിന് തടസ്സം നിൽക്കുന്നത് കേന്ദ്രമാണ്. എന്തുകൊണ്ടാവും കേന്ദ്രം കേരളത്തിൻ്റെ ക്ഷേമ പദ്ധതികളെ തകർക്കുവാൻ ശ്രമിക്കുന്നത്? ഉത്തരം ലളിതമാണ്. കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയാത്ത ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി കേരളം അങ്ങനെ കയ്യടി വാങ്ങേണ്ട. 400 രൂപയിൽ കൂടുതൽ ക്ഷേമ പെൻഷനൊന്നും BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളും ജനത്തിന് നൽകുന്നില്ല. അംബാനിമാർക്കും അദാനിമാർക്കും വാരിക്കോരി നൽകുന്ന കേന്ദ്ര സർക്കാരിന് 100 രൂപ കൂടുതൽ പാവങ്ങൾക്ക് നൽകാൻ മടിയാണ്. അപ്പോഴാണ് കേരളം 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 1,600 രൂപയാക്കിയതും അത് 2,500 വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതും. BJPയുടെ കേന്ദ്ര സർക്കാർ ഇതൊക്കെ എങ്ങനെ സഹിക്കും? അങ്ങനിപ്പോൾ നിങ്ങൾ മലയാളികൾ സുഖിക്കണ്ട. നിങ്ങളുടെ കഞ്ഞിയിൽ ഞങ്ങൾ മണ്ണ് വാരിയിടും. ഇതാണ് കേന്ദ്ര ലൈൻ. തരാനുള്ള പണം തരാതിരിക്കുക, അർഹമായ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുക എന്നിങ്ങനെ ചെയ്യാവുന്ന ദ്രോഹങ്ങളെല്ലാം കേന്ദ്രം കേരളത്തോട് കാട്ടുന്നു എന്ന് ചുരുക്കം. എന്നാൽ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുള്ള കുടിശ്ശിക വാങ്ങിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ നിലപാടെന്താണ്? കേന്ദ്രത്തിനെതിരെ വാ തുറന്നു മിണ്ടാൻ കോൺഗ്രസ് തയ്യാറല്ല. അതായത് ക്ഷേമ പെൻഷൻ 1,600 ആക്കിയതും അത് കൃത്യമായി കൊടുത്തതും ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞതുമൊന്നും കോൺഗ്രസിനും UDFനും ഇഷ്ടമായിട്ടില്ല. നിങ്ങളിങ്ങനെ ജനങ്ങൾക്ക് വാരിക്കോരി കൊടുത്താൽ ഞങ്ങൾ എന്നും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരില്ലേ എന്നതാണ് UDFകാരുടെ മനസ്സിലിരിപ്പ്. അതായത് BJPയുടെ കേന്ദ്രത്തെ പോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസും UDFും 60 ലക്ഷം പേർക്ക് 2,500 രൂപ പെൻഷൻ ലഭിക്കുന്നതിന് തടസ്സമാവുന്നു എന്നതാണ് സത്യം. ഇപ്പോഴും ഒരു ചോദ്യം നിങ്ങളിൽ ബാക്കിയായിരിക്കും. ധനമന്ത്രി പറഞ്ഞ 2,500 രൂപ പെൻഷൻ എന്ന്, എപ്പോൾ, എങ്ങനെ ജനങ്ങൾക്ക് ലഭിക്കും? അതിനുള്ള ഉത്തരം പല LDF നേതാക്കളും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൽ BJP തോൽക്കുകയും കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ MPമാർ പാർലമെൻറ്റിൽ എത്തുകയും ചെയ്താൽ പെൻഷൻ തുക ഉറപ്പായും 2,500 ആവുക തന്നെ ചെയ്യും.